നിങ്ങള് ഹാപ്പി അല്ലേ ആവേണ്ടത്? ഞങ്ങൾ അവളോട് ക്ഷമ ചോദിക്കുന്നു. എന്തിനു ക്ഷമ ചോദിക്കുന്നത്? പൈസ വാങ്ങിച്ചിട്ട് പിടുത്തം വിട്ടു. ചേട്ടന്റെ അല്ല കാറില് വണ്ടി ഒന്നും മുട്ടിയിട്ട് നിർത്താണ്ടോന്നില്ല. നമ്മളതാ തന്നെ ഫ്രണ്ടില് ആ മറ്റേ കണക്ക് പറയുന്ന ഇങ്ങോട്ട് ഇറങ്ങുമ്പോ ഇപ്പം വന്ന് നേരെ വന്ന് മുട്ടിയിട്ട് ഇറങ്ങിയിരിക്കുക. ആ നിർത്താതെ വന്നിരിക്കുക. ആ പിന്നെ ലൈസൻസ് ഒക്കെ ഉള്ളതാണോ? ലൈസൻസ് ഉണ്ടാ? പിന്നെ എന്താ വണ്ടി നിർത്താതെ വന്നിരിക്കണേ? പേടിക്കുക പറഞ്ഞാൽ നമ്മള് ചെറിയ വണ്ടിയാണ്, എന്തെങ്കിലും ഒന്ന് ആയിക്കഴിഞ്ഞാൽ അതിന്റെ പെയിന്റ് ആ സൈഡ് പോയിട്ടുണ്ടേ. പുറകിലല്ല, ആ സൈഡ് ഞാൻ ഇങ്ങോട്ട് ആക്കുമ്പോ റോങ് സൈഡ് കൂടെ വന്നിട്ട് ഇങ്ങോട്ട് എടുത്താണ്. ഞാൻ അവിടെ നിർത്തിയത് കൊണ്ടാണ് വീണില്ല, ഇല്ലെങ്കിൽ ഞാൻ വീണിട്ടുണ്ടാവില്ലേ. വണ്ടി എടുത്ത് നിർത്താൻ കള്ളു കുടിച്ചിട്ടുണ്ടോ? ആ കള്ളു കുടിച്ച് അഞ്ചാവ് അടിച്ചാണ് അടിച്ചു കഴിഞ്ഞ് നിർത്താണ്ടിരിക്കുക. അല്ലെങ്കിൽ ആ ചേട്ടാ അങ്ങനെ സോറി അബദ്ധം പറ്റിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട് തരാൻ. ഞാൻ കാണിച്ചു തരാം. കാണിച്ചെന്തണ്ട അതല്ല ചെയ്യണ മര്യാദ. ചട്ടിയ മുട്ടി എന്താണ് നിർത്തി ആ ചേട്ടാ എന്നോട് സോറി കൊണ്ട് വരാനുണ്ട്. അല്ല എന്നാലും അത് കാണുന്നല്ലോ. എനിക്ക് കാണുമ്പോ മേഡം നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് പൈസ വാങ്ങിച്ചിട്ട് പിടുത്തം വിട്ടോളൂ. വണ്ടി നിർത്തി അതിന് മര്യാദ ഇല്ലല്ലോ അതിന്. ഞാൻ അത് കാണിച്ചു തരാം. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. രണ്ടാമത് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഷർട്ട് ഇടണ ഇനി ഇതാരാണ് തന്നത്? ഞങ്ങൾക്കറിയില്ല. എന്നാലും പറയാലോ നിങ്ങക്ക്. ഒന്നില്ല എന്റെ മകനായിരിക്കാം, അല്ലെങ്കിൽ എന്റെ അനിയത്തിയായിരിക്കാം. എന്താ പേരെന്താണ്? അവരാണ് തരാനുള്ളത്. അതെ, സുഗത ചേച്ചി തന്നെയാണ് തന്നത്. ഇനി വെറുതെ ഇനിയും ഞാനൊരു ഇതാക്കുന്നില്ല. എപ്പോഴും തരാറുള്ളൂ, വേറെ ആരും അങ്ങനെ തരാറില്ല. ആണല്ലേ? ഓക്കെ. ആദ്യം പേടിച്ചാ? എന്തെങ്കിലും പറയാനുണ്ടോ അവരടുത്ത്? അവളാണ് എപ്പോഴും ഞങ്ങൾക്ക് സർപ്രൈസ് തന്നുകൊണ്ടിരിക്കുന്ന ആള്. ആണല്ലേ? സാഹചര്യവശാൽ അവൾക്ക് ഞങ്ങൾക്ക് ഇതൊരു സർപ്രൈസ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ അവളോട് ക്ഷമ ചോദിക്കുന്നു. എന്തിനു ക്ഷമ ചോദിക്കുന്നത്? ക്ഷമ ഞങ്ങൾ അവളുടെ ഒരു പരിപാടിക്ക് ഞങ്ങൾ പോകാറില്ല. നിങ്ങള് ഹാപ്പി അല്ലേ ആവേണ്ടത്? വിഷമിക്കണ്ട. ഇനി ഒരുപാട് അടിപൊളിയായിട്ട് വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആഘോഷിക്കട്ടെ. ഓക്കെ.